മിഡ് വീക്ക് എവിക്ഷൻ ഒന്നുമല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ, മിഡ് വീക്ക് എവിക്ഷൻ ഒക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ, ഇന്നലെ രാത്രിയിലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ സെറ്റ് കൂട്ടിയിട്ട് കത്തിക്കും. അതുകൊണ്ട് അങ്ങനത്തെ വേലയൊന്നും ഇവർ ചെയ്യാൻ പോകുന്നില്ല. ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്നുകിൽ റീ എൻട്രിയോ ഇല്ലെങ്കിൽ വൈൽഡ് കാർഡ്സോ എന്തെങ്കിലും ചെയ്യും. കാരണം പ്യുവർലി വോട്ട്സിന്റെ ബേസിസിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ മിഡ് വീക്ക് സസ്പെൻഷൻ വെച്ചിരിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പിരിച്ചുവിടും, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കയറ്റും. സംഭവം കൊള്ളാം, സീക്രട്ട് റൂമിലൊക്കെ ഇരുത്തുമായിരിക്കും കേട്ടോ, നല്ല രസമായിരിക്കുമെങ്കിൽ എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും സഹായിക്കാൻ വേണ്ടി 2 പേരെ വീതം പറയാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. അവർക്ക് സഹായിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ പുറത്താക്കുകയും ചെയ്യാം. അനീഷ് പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു യമണ്ടം പണി വാങ്ങിച്ച് കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ആരൊക്കെ സഹായിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ലൈവിൽ എന്താണ് നടന്നതെന്ന് അറിയണ്ടേ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ 10:30 മുതൽ 12:15 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ്. അക്ബറും അപ്പാനിയും കൂടെ പുറത്തിരുന്നുള്ള സംസാരമാണ്. അപ്പാനി പറഞ്ഞു, എനിക്ക് നിന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഇടപെടാനും പറ്റിയില്ലല്ലോ. അയ്യേ, അപ്പൊ ഞാൻ ആലോചിക്കണം, അയ്യേ ഇവൻ ആരിടപെടാൻ? ഒരാളെ വഴക്ക് പറയുമ്പോൾ അപ്പാനി പോയി ഇടപെടാൻ എന്നൊരു കാര്യം എന്തുവാ? അപ്പൊ അക്ബർ, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാമല്ലോ അപ്പാനി, ഇവൻ എന്തിനാ നീ വരുന്നത്? എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് ഒനിയലിനെയും പേടിയില്ല, ഈ പറയുന്ന അനീഷിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. ഒനിയലിനെയും പേടിയില്ല, ഷാനവാസിനെയും പേടിയില്ല. അനീഷ് നമ്മളെ ഗ്രൂപ്പിൽ ഇത്തവണ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും അവനെ പറയാത്തത്. ഓക്കെ, കുറച്ച് കഴിയുന്നു. ജിസേൽ അവിടെ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയോ, ദോശ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല, ബിൻസി രാവിലെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ എൻ്റെ കൂടി ഹെൽപ്പ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ അടുക്കള പ്രശ്നങ്ങൾ. അതിനുശേഷമാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നത്. ബാൻഡുകൾ ആരുടെ എല്ലാം കയ്യിലുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നെവിൻ എഴുന്നേക്കുന്നു, ആദിലാനൂർ എഴുന്നേക്കുന്നു, ആര്യൻ എഴുന്നേക്കുന്നു. ആദിലാനൂറുടെ കയ്യിലുണ്ട്, ആര്യൻ്റെ കയ്യിലുണ്ട്, നെവിൻ്റെ കയ്യിലില്ല. അത് അക്ബർ അടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് എൻ്റെ അത് തരാൻ പറ ബിഗ് ബോസ്, അക്ബറിൻ്റെ കൂടെ എനിക്ക് മോഷ്ടിക്കാൻ വയ്യ ബിഗ് ബോസ്, ഇനി എനിക്ക് കള്ളനാവാൻ വയ്യ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അക്ബർ ആ സാധനം കൊടുക്കുന്ന ലെവലിൽ കാര്യം എത്തുവാണ്. ബിഗ് ബോസ് തന്നെ പറയുന്നത് തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. ഇനി ഒരു സംഭവം, മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഒരു ത്യാഗമാണ് ഈ മിഡ് വീക്ക് സസ്പെൻഷൻ. നിങ്ങൾ ഈ 6 പേരും എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നിങ്ങൾ ആരിലായിരിക്കും പോകാൻ പോകുന്നത്? അപ്പൊ എന്താണ് നിങ്ങളിൽ വന്നൊരു മാറ്റം? എല്ലാവരും അവരവരെ കുറിച്ചൊക്കെ പൊക്കി പറയുന്നു. 6 പേരും പൊക്കി പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് 500 ഷോപ്പിംഗ് പോയിന്റുകൾ വീതം ഞാൻ തരുവാണ്. ഔട്ടാകാൻ പോകുന്നവരല്ലേ, ചുമ്മാ എടുത്തോ, 500 ഷോപ്പിംഗ് പോയിന്റ് വീതം. അപ്പൊ മൊത്തത്തിൽ 6 പേരുണ്ട്. 6 പേർക്കും കൂടി 500 വെച്ചിട്ട് 6 5 30, 3000 ഷോപ്പിംഗ് പോയിന്റ്സ് ഇവർക്കുണ്ട്. അപ്പൊ 2 പേരെ ഇതിൽ നിന്ന് എന്തായാലും പുറത്താക്കി ഡെഡ് സോണിൽ കൊണ്ടിടും. ഡെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാമറ കാണില്ല, സൗണ്ട് കാണില്ല, ലൈറ്റ് കാണില്ല, ഒന്നും കാണില്ല, TV-യിലും കാണില്ല, ജിയോ ഹോട്ട്സ്റ്റാറിലും കാണുന്നില്ല. നിങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയാനും പറ്റില്ല. അജ്ഞാതവാസമാണ് 2 പേരെ കാത്തിരിക്കുന്നത്. 2 പേരുടെയും പോയിന്റുകൾ, നിങ്ങൾ ഇവിടെ നിന്ന് ഔട്ടായി പോകുന്ന 2 പേരുടെയും പോയിന്റുകൾ ബാക്കിയുള്ളവർക്ക് കിട്ടും. ആ 1000 പോയിന്റ് കൂടെ ബാക്കിയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ തിരിച്ചു വരവും തിരിച്ചു വരാതിരിക്കലും ഒക്കെ എന്തോ സംതിങ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തിരിച്ച് ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കും, പക്ഷേ ഉറപ്പായിട്ടും കയറ്റും കേട്ടോ. മിക്കവാറും ഇവരെ ഔട്ടാക്കി നേരെ കൊണ്ടുപോയി സീക്രട്ട് റൂമിൽ എടുത്തും കുറച്ച് കാണിക്കും, പിടിച്ചകത്ത് കയറ്റും. മിക്കവാറും അനീഷിനെയൊക്കെ തന്നെ ആയിരിക്കും കൊണ്ടുവന്ന് ഔട്ടാക്കുന്നത്. മനഃപൂർവ്വം എന്തെങ്കിലും കേസ് പറഞ്ഞ് അനീഷിനെ ഔട്ടാക്കി 2 ദിവസം സീക്രട്ട് റൂമിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ അനീഷിന്റെ മൊത്തം പ്ലാനുകൾ മനസ്സിലാവും. അറിഞ്ഞുകൂടാ, നോക്കണം. എന്നിട്ടാണ് ഇനി അടുത്ത് മോർണിംഗ് ആക്ടിവിറ്റി പറയുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി കാവലാൽ. സസ്പെൻഷൻ കിട്ടിയവർക്ക് സഹായികളെ ചൂസ് ചെയ്യേണ്ടതാണ് ഈ സാധനം. 2 പേരെന്തായാലും സസ്പെൻഡ് ആവും. അതിനു മുമ്പേ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ നിന്ന് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി പല ടാസ്കുകൾ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 2 സഹായികളെ വീതം ഓരോരുത്തരും സെലക്ട് ചെയ്യുക. ഒരാൾ പറഞ്ഞ പേരുകൾ പിന്നെ പറയാൻ പാടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന 2 പേരെ വേണം സെലക്ട് ചെയ്യാൻ. അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ ചതിക്കാനും പറ്റും, ഹെൽപ്പ് ചെയ്യാനും പറ്റും. സൂക്ഷിച്ച് ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെ ഗാർഡൻ ഏരിയ വെച്ചാണ് സെലക്ട് ചെയ്യുക. റെന ജിസേലിന്റെയും ആര്യന്റെയും പേരാണ് പറയുന്നത് ഹെൽപ്പേഴ്സ് ആയിട്ട്. ഷാരിക ബിന്നിയുടെയും ആദിലാനൂറുടെയും പേരാണ് പറയുന്നത്. ഒനീൽ പറയുന്നത് അക്ബറിന്റെയും ഷാനവാസിന്റെയും പേരാണ്. അനീഷ് അപ്പാനിയുടെയും അനുമോളിന്റെയും പേരാണ് പറയുന്നത്. സരിക നെവിന്റെയും അഭിലാഷിന്റെയും പേര്. രേണു ബിൻസിയുടെയും ശൈത്യയുടെയും പേരാണ് പറയുന്നത്. ഇതിനകത്ത് റെന ആദ്യം തന്നെ പോയി പറയുന്നു, വലിയ വിഷയമൊന്നും ഉണ്ടായില്ല. ജിസേലിനെ ആരും വിളിക്കാനൊന്നും ഇരുന്ന അല്ലാണ്ട് വിഷയം ഉണ്ടായില്ല. ഷാരിക പെട്ടെന്ന് അടുത്ത് ബിന്നി ആദിലിനെ പറയാൻ പറഞ്ഞു, അതും ആരും അങ്ങനെ വിളിക്കാനൊന്നും ഇരുന്ന ആളല്ല. പെട്ടെന്ന് അടുത്ത് രേണു പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഒനിയിൽ, അയ്യോ ഞാൻ പറയാം കാരണം അക്ബറിനെ ഷാനവാസിനെ കാര്യം പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പെടാപ്പാടോട് ഇപ്പൊ കിടന്ന് മുഴുവക്കട്ട വഴക്ക് കൂടിയാണ് അക്ബറിനോട് ഷാനവാസിനോട്. എന്നാലും അക്ബറിന്റെ ഷാനവാസിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ ഉണ്ടടാ
എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത അനീഷ്, ഞാൻ പറയാം, എനിക്ക് എൻ്റെ ആപത് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്നിട്ടുള്ള അനുമോളും അപ്പാനെയും ഞാൻ വിളിക്കുകയാണ്, എന്നെ സഹായിക്കണം. അനീഷ് കെഞ്ചുന്ന കാണണമെന്ന്, എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു, കൂടെ നിൽക്കണം, ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, ഉമ്മ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചൊക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം സരിക പറയാണ്, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആരെ വിളിച്ചോണ്ട് പോയിട്ടും കാര്യമൊന്നുമില്ല, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ നെവിൻ്റെയും അഭിലാഷിൻ്റെയും പേരാണ് സരിക പറയുന്നത്. അടുത്ത് രേണു, ഇനിയിപ്പോൾ വേറെ ആരുമില്ല, സരിക ചേച്ചി പറഞ്ഞാൽ ആരെ വിളിച്ചോണ്ട് ഒരു കാര്യമില്ല, എന്നാലും ഞാൻ ബിൻസിയെ ശൈത്യം വിളിച്ചുകൊണ്ട് പോകുന്നു, എനിക്ക് അവരെ വിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ബിൻസിയും ശൈത്യയോട് സംസാരിക്കുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, രേണുവിനെ ഇതിനകത്ത് ജയിപ്പിക്കണം. കാരണം രേണു ചേച്ചി ഒരു ഓപ്ഷനും ഇല്ലാതെ നമ്മളെ ചൂസ് ചെയ്താണ്, അവസാനം വന്ന് ആരും നമ്മളെ വേണ്ടാതെ ഇട്ടിട്ട് രേണു നമ്മളെ ചൂസ് ചെയ്താണ്. അപ്പോൾ എന്തുകൊണ്ടായാലും നമുക്ക് ഇതിനകത്ത് രേണുവിനെ ജയിപ്പിക്കണം. അപ്പം ബിൻസി പറയണോ, നമ്മൾ ജയിച്ചു കഴിഞ്ഞാലും ആൾക്കാർ പറയാം എന്തുകൊണ്ട് രേണുവിനെ പുറത്താക്കിയില്ല. അപ്പോൾ ശൈത്യ പറയണില്ല, നമ്മളെ വിശ്വസിച്ചാണ് രേണു എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് രേണുവിനെ എന്തായാലും നമ്മൾ ജയിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുവാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ആ ഒരു തീരുമാനത്തിൽ നിൽക്കണം. ഞാൻ വന്ന് പെട്ടെന്ന് ഇത് പറഞ്ഞത്, ഇനിയിപ്പോൾ ടാസ്ക് തുടങ്ങി കഴിഞ്ഞ് ഇന്നലത്തെ പോലെ ഒരു 3-4 മണിക്കൂർ നീണ്ടു പോവുകയാണെങ്കിൽ പറയാൻ എല്ലാം കൂടെ ഒരു ലോഡ് കാര്യമാവും. അപ്പോൾ ഇതാണ് ലൈവ് അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മൂൺലൈറ്റ് മീഡിയ മാക്സ്, ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകൾ അതിലും വരും, അപ്പോൾ അത് മറക്കാതെ കാണണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.